ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്നെക്കുറിച്ച് വന്നിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങളെക്കുറിച്ച് സഭാവിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അചഞ്ചലമായ അന്ത്യോക്യ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗവും അന്ത്യോക്യ വിശ്വാസത്തിന് വേണ്ടി എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ള ഒരു ദേവാലയത്തിലെ അംഗവുമാണ് ഞാൻ. എന്നാൽ എൻ്റെ ദൈവവിളിയുടെ ഭാഗമായി ഒരു സുവിശേഷ ശുശ്രൂഷകൻ കൂടിയായിട്ടാണ് എൻ്റെ പൗരോഹിത്യ ദൈവവിളിയെ ഞാൻ കാണുന്നത്. ആയതുകൊണ്ട് വ്യവഹാരങ്ങൾ അവസാനിച്ച് സഭയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ധ്യാന ശുശ്രൂഷകളിൽ പരസ്യമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് പരാമർശിക്കുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധ സഭയിൽ വ്യവഹാരങ്ങൾ അവസാനിക്കണമെന്നത് എൻ്റെ മാത്രമല്ല, എൻ്റെ സഹോദര മെത്രാപ്പൊലീത്തന്മാരുടെയും ഇതര സഭാ മേലധ്യക്ഷന്മാരുടെയും ആഗ്രഹമാണ്. എന്നാൽ സഭാ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നതിനോ പരിശുദ്ധ സഭ എന്നെ ഭരമേൽപ്പിച്ചിട്ടില്ല. സഭാവിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചും നിലപാടുകളെ സംബന്ധിച്ചും പരിശുദ്ധ സഭയുടെ പ്രാദേശിക തലവൻ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രധാൻ ബാബായും പരിശുദ്ധ സുന്നതദോസും എടുക്കുന്ന തീരുമാനങ്ങളോട് വിധേയപ്പെട്ട് നിൽക്കുക എന്നതാണ് എന്റെ തീരുമാനം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ബലഹീനനായി എനിക്കും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾക്കുമെതിരായി അപകീർത്തിപരമായ വാർത്തകൾ നിരന്തരം ആസൂത്രിതമായി പലരും പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അവയ്ക്കെതിരായി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാതിരുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിൽ യേശു ക്രിസ്തു അരുളി ചെയ്യുന്ന എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന വചനം അനുസ്മരിച്ചുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തി വന്ന ചില പരാമർശങ്ങൾ എന്നെ മാത്രമല്ല, ഞാൻ ഉൾക്കൊള്ളുന്ന സഭയെയും കോട്ടയം ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയെയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുന്നതദോസ് സെക്രട്ടറി അഭിമന്യ യൂഹാനൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത തിരുമേനിയും അപകീർത്തിപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം തൂത്തുട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രത്തിന്റെ തൊട്ട സമീപമുള്ള ഭവനത്തിൽ കൂദാശയിൽ സംബന്ധിക്കുവാൻ അഭിമന്യ യൂഹാനൻ മാർ ദിയസ്കോറോസ് തിരുമേനി വന്നിരുന്നു. ഈ ഭവനത്തിലേക്ക് ധ്യാന കേന്ദ്രത്തിലെ ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനും സൗഹൃദ സംഭാഷണം നടത്തുവാനും ഇടയായി. അതിനുശേഷം തൂത്തുട്ടിയിൽ പുതുതായി നിർമ്മിച്ച ദേവാലയം കണ്ട് അദ്ദേഹം നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. ഇതിനു മുമ്പും സഹോദരി സഭകളിലെ പിതാക്കന്മാരും വൈദികരും ഈ സ്ഥാപനം സന്ദർശിക്കുകയും ഇതര സഭാ പിതാക്കന്മാരുമായി പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ സഭാ വ്യത്യാസം കൂടാതെ സൗഹൃദം പങ്കിടുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി ഞാൻ കാണുന്നു. കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളിൽ ഓർത്തഡോക്സ് സഭയുടെ സുന്നതദോസ് സെക്രട്ടറി സഭാസംബന്ധമായ ചില കാര്യങ്ങൾ ഞാനുമായി ചർച്ച ചെയ്തതായി വന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് സഭാന്തരീക്ഷം കലുഷിതമാക്കുവാനും കൂടുതൽ വലിയ പ്രതിസന്ധികൾ സഭയെ കൊണ്ടെത്തിക്കുവാനുമുള്ള സംഘടിത നീക്കത്തിന്റെ ഭാഗമായും ഞാനിതിനെ കാണുന്നു. സഭാവിശ്വാസികൾ ഇത്തരം തെറ്റായ വാർത്തകളിൽ പെട്ടുപോകാതെ പ്രാർത്ഥനയോടും ക്രൈസ്തവ സ്നേഹത്തോടും കൂടെ മുന്നേറുവാൻ പരിശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ പ്രകോപനപരമായ ഇത്തരം വാർത്തകളല്ല, നിരന്തരമായ പ്രാർത്ഥനയും ആത്മസംയമനവുമാണ് ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ബലഹീനായ നമ്മോടും തൂത്തുട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രത്തോടും കാട്ടിയിട്ടുള്ള സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാ ദൈവമക്കളോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ വാർത്തയുടെ നിജസ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത അഭിമന്യ യൂഹാനൻ മോർ ദിയസ്കോറോസ് തിരുമേനിയുടെ നല്ല മനസ്സിന് നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.